ഹലോ ഗായ്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഫുൾ ഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചേക്കുന്നത്. ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. ഇന്ന് ഇവന്മാർ ക്രിസ്മസ് വെക്കേഷന് വീട്ടിൽ വന്നതാണ്. അവന്മാരെ കൊണ്ട് വീട്ടിൽ വേണം. അപ്പം കല്യാണ ലെറ്റർ കിട്ടിയ സ്ഥിതിക്ക് അവിടെ നിന്ന് കല്യാണം വിളിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പം ഫസ്റ്റ് കല്യാണം വിളിക്കാൻ പോകുന്ന ദിവസമാണിന്ന്. പിന്നെ വൈകിട്ട് വേറൊരു പരിപാടിയുണ്ട്, അതും ഇതിനകത്ത് കാണിക്കാം. ഉമ്മാർ ആദ്യമായിട്ടാണ് ഈ കാറിനകത്ത് കയറുന്നത്. എങ്ങനെ ഉണ്ടാ കാറ്? അപ്പോൾ ഇവന്മാരെ കൊണ്ടുവിടുന്ന വ്ളോഗാണ്. അപ്പം ഇന്നാണ് ഒരു ലോങ് ഓട്ടം ഞാൻ ഓടിക്കാൻ പോകുന്നത്. വിളിച്ചേക്കണേ. അപ്പോൾ ശരി, ബാക്കി പിന്നെ കാണാം, കുറേ വരും. ഹലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മാരെ ഇന്ന് കൊണ്ടുവിടുകയാണ്. ഇനി കല്യാണം എന്നാണ് വരുന്നത്? ഇനി 31-ാം തീയതി. 31-ാം തീയതി. പക്ഷെ തക്കുടുവിന് നല്ല വിഷമമുണ്ട് കേട്ടോ പോകുന്നതിന്. തക്കുടുവിന് രാവിലെ കരച്ചിലായിരുന്നു. രാവിലെ കൊണ്ട് കരച്ചിൽ പോകുന്നില്ലെന്നുള്ള. അല്ലെങ്കിൽ നമ്മൾ ഈ അമ്മ വീട്ടിൽ വന്ന് നിന്നിട്ട് പോകാൻ നേരത്ത് നമുക്ക് എല്ലാവർക്കും ഒരു സങ്കടമാണ്. ഞാനും പണ്ട് അത് കണക്കായിരുന്നു. ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ബസ്സിനകത്തിരുന്ന് കരയുമായിരുന്നു. ബസ്സിനകത്തായിരുന്നു പണ്ട് വരുന്നത്. ബസ്സിനകത്തിരുന്ന് കണ്ണൊക്കെ ഇങ്ങനെ നിറയുമായിരുന്നു. ഞാനിങ്ങനെ അങ്ങോട്ടൊക്കെ നോക്കും, വന്ന സ്ഥലത്തോട്ടൊക്കെ നോക്കും. നമ്മളുടെ സന്തോഷ സഹചാരി, അയ്യോ സൂം യാത്ര, സന്തോഷ സഹചാരി കോ ഡ്രൈവർ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഓടിച്ച് പഠിക്കുന്നതേ ഉള്ളൂ. എന്തെങ്കിലും തട്ടോ മുട്ടോ ഷട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഡെയ്ലാൻഡ് ഡ്രൈവറെ വിളിച്ചത്. ഇനി തക്കുട് പുറകോട്ടിരിക്കുക, അമ്മയുടെ അപ്പൻ്റെ കൂട്ടിരിക്കുക. അവരൊക്കെ എത്തിയിരിക്കുകയാണ്. പടിഞ്ഞാട്ട് എന്തുവാ? എപ്പുറത്തൂടെ പറ, എങ്ങോട്ടാ പോകുന്നതെന്ന് പറ. ഒരു മിനിറ്റ്. ഏതായാലും ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കണം. എനിക്ക് കയറാൻ പറ്റുമോ? ഇല്ലല്ലോ. അയച്ച ഫ്രണ്ടോട്ടിടാം. ബാഗ് എടുത്ത് ഡിക്കി വേ. ബാഗ് ഡിക്കി വേ. ഞാൻ തുറന്നോ ഡിക്കി? വണ്ടിക്ക് ഡിക്കിയൊക്കെ ഉണ്ട്. അല്ല, ഒരു പടത്തിനകത്ത് ഡോറ് തുറക്കുന്നതിന് മുമ്പ്, അല്ല പടത്തിനകത്തല്ല, ഒരു വീഡിയോക്കകത്ത് ഡോറ് തുറക്കുന്നതിന് മുമ്പേ ധനുഷ് കയറി അങ്ങ് പോകും. അതുപോലെ മതിലിനോട് ചേർത്ത്. തക്കുടിന് നല്ല സങ്കടം ഉണ്ടോ? തക്കുടി രാവിലെ കരച്ചിലൊക്കെ ആയിരുന്നു പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട്. ഇത് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ തിരിക്കത്തില്ല. ഞാൻ തിരിച്ച് നമ്മൾ ഡോറടയ്ക്കുന്നില്ലയോ? ഡോറടക്കി പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ തിരിക്കത്തില്ല. ഞാനിപ്പോ തിരിച്ചിട്ടേ. ഇപ്പുറത്തിരുന്നാ പോലെ, അങ്ങോട്ട് കയറിയിരുന്നാ പോലെ. അല്ല, എന്തായാലും തിരിക്കണം. ഇത് പടിഞ്ഞാട്ട് പോകാനാണ്. അപ്പൊ ശരി, ബാക്കി വിശേഷങ്ങൾ പുറകെ പറയുന്നതായിരിക്കും. അമ്മ കയറി, അപ്പൊ കയറാൻ വെയിറ്റ് ചെയ്യുന്നു. എനിക്കറിയത്തില്ല. കല്യാണം വിളിച്ച് ഒരു വരെ ആയതേ ഉള്ളൂ. ഇനിയുണ്ട് പത്തനാപുരം വരെ പോകാനുണ്ട്. ലോങ് വെയിറ്റ് ടു ഗോ. ഉച്ചഭക്ഷണം ഞങ്ങൾ ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ കല്യാണം വിളിക്കുമ്പോൾ ഇറങ്ങുമ്പോൾ നമ്മളെപ്പോഴും ഇരിക്കാൻ പാടില്ല. പെട്ടെന്ന് അടുത്തടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങണം. അല്ലെങ്കിൽ ഇത് പിന്നെ ഇതില്ലടാ. ഇത് നമ്മൾ ഫാമിലി ആയിട്ട് വന്നുകൊണ്ടാണ് ഇത്രയും. ഇതിനൊരതില്ല. 4 മണിക്കുമ്പോൾ വരണം. 4 മണി വെട്ടിക്കോലൊന്നും അധികം ഇരുത്തമില്ല. അത് കണ്ട് തിരിച്ചിങ്ങോട്ട് നീ ഓടിച്ചോ. ഞാൻ ഇത്തിരി സ്പീഡിൽ ഓടിക്കുമല്ലോ. ഡെയ്ലാൻഡ് ലോറിയാണ്. അപ്പം
ഇനി പത്തനാപുരത്ത് എത്തിയിട്ട് കാണാം. പബ്ജിക്കകത്ത് ബിസിയാ. അമ്മയുടെ അനിയൻ, എൻ്റെ മൂത്ത മാമൻ ഗാരു ഒരു വീട്. ഇവിടെ ഡാന്ന് വിളിക്കുന്ന ഓടാണ്. ഓടാ കിഴക്കോട്ടല്ല അങ്ങനെ താന്ന് വിളിക്കുന്ന ഓടാണ്. അതല്ല ഞാൻ വ്ളോഗ് എടുത്തതാ. തേള 2 ദിവസം മുമ്പേ അടിച്ചു വന്ന ചെറിയൊരു തേളാണ്. മാമന്റെ വീടും പരിസരത്തൊക്കെ. ഇത് മാമന്റെ അവസ്ഥയല്ലേ? നമ്മുടെ വാഴയോട്ട് ഞാൻ കൊണ്ട് കണ്ടിട്ടുണ്ട്. ഈ സമയത്ത് ഇത് പൂക്കും. ഇത് തെറ്റിയല്ലേ? തെറ്റിയല്ല, ഇത് എന്തോ കാട്ടുകയറ്റി നമ്മുടെ ലൈൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സാധനം. നമ്മുടെ ആറിന്റെ ഒക്കെ തീരം ഉണ്ടല്ലോ, അവിടെ ഞാൻ അവിടെ കൊണ്ടിട്ടുണ്ട്. ഇങ്ങോട്ട് കറിയിടുന്നുണ്ടോ? ഇങ്ങോട്ട് അങ്ങനെ കയറി കടിച്ചു. ഇതിനകത്ത് ഞാൻ വന്നിട്ട് ഇവിടെ ഇതായിരുന്നപ്പോ ഞാൻ വന്നിട്ട്. ഇത് ഈ ഷെഡ് നിങ്ങൾ വന്നിരുന്നത്? ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ ഒപ്പം ഇങ്ങോട്ടൊന്നും വായിക്കണമെന്നുണ്ട്. ഇവിടോട്ട് ഇത്രയും ഭാഗത്ത് ഇതിനകത്തായിരുന്നു. ഭയങ്കര തണുപ്പാ അതിനകത്ത് എപ്പോഴും. ഞാനത് മൊത്തം കെട്ടിയത് ഉത്തരം വരെ കെട്ടി തന്നിട്ട് ബാക്കി മൊത്തം കെട്ടിയത് വേണ്ടി ഇതിനകത്ത് കിടക്കുമ്പോഴേ അവളെ കയറി കടിക്കുന്നേ. പറഞ്ഞു കേട്ടോ, എനിക്കത് കത്തിയില്ല കേട്ടോ. വരുന്ന ഉടനെ എവിടെ പോലും വിശേഷം മുമ്പ് എന്റെ അടുത്ത് ഒന്ന് പറയുന്നേ. പക്ഷെ എനിക്കിത് കത്തിയില്ല. ഇതാന്ന് എന്നെ കാണിക്കണം. നമ്മളിപ്പോ പോകുന്നത് അമ്മയുടെ കുടുംബ വീട്ടിലോട്ടാ. അതായത് അമ്മയുടെ സ്വന്തം വീട്, നൊസ്റ്റാൾജിയുള്ള എൻ്റെ സ്വന്തം അമ്മയുടെ വീട്. അപ്പം സീനറികളാണ് ഈ കാണുന്നത്. അമ്മയുടെ വീട് കറക്റ്റ് ഒരു മലയുടെ മുകളിലാണ്. പണ്ട് ഇവിടെങ്ങും പരിസരത്തെങ്ങും ഒറ്റ വീടുകളിലായിരുന്നു. ഇപ്പോഴിവിടെ എല്ലാം വീടുകൾ വന്ന്, അതുപോലെ ഇവിടെ ഒരു ഫാക്ടറി. എന്തിന്റെയാ? കാഷ്യൂ ഫാക്ടറി ഒന്നും അല്ല അമ്മേ. അത് മറ്റേ ജൈവ കൃഷിയായത്. ചീരയൊക്കെ നട്ടേക്കുന്നത്. കുട്ടമ്മാമനൊക്കെ വീട്ടിൽ താമസം തുടങ്ങിയോ? ഇവര് കാറെടുത്തോ? അഞ്ചിതയുടെ ഉണ്ട്. എല്ലാരും ഉണ്ട്. മാമ സൈഡുണ്ട്. അമ്മയും മാമനും തമ്മിൽ ഉടക്ക. മറ്റേ ചോട്ടാമുമ്പേക്കകത്ത് കാണുന്ന കണക്ക് ഇവര് തമ്മിൽ ഉടക്ക. ആദ്യം ഈ കാറൊന്ന് കഴുകണം. കാറിനകത്ത് ചെറിയൊരു വാള് വെച്ച് അത് കാണിക്കരുത്. അയ്യോ പടക്കളം തന്നിൽ ഒരു മഹാവീരുതൻ വന്നല്ലോ. അടിപൊളി ഒരു വൈബ് സ്ഥലം അത്. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടെ വെക്കേഷന് നിൽക്കാനായിട്ട് വരുമായിരുന്നു അമ്മ വീട്. അന്നൊരു മിസ്റ്ററി ഒരു സ്ഥലം അത്. അന്ന് ഇത്രയൊന്നും വീടുകളൊന്നുമില്ല. പണ്ട് ഇത്രയും വീടുകളൊന്നുമില്ല. ഭയങ്കര സൈലൻസ് ആയിട്ടുള്ളൊരു ഏരിയ. നമുക്ക് പേടിയാവും ചില സമയത്ത്. ഉച്ചയ്ക്കൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെ കാറ്റ് വീശും. അന്നേരം ഈ എന്താ റബ്ബർ കിടന്നിങ്ങനെ ആടുമ്പോൾ ഒരു സൗണ്ട് വരും. നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാവുമായിരുന്നു. പക്ഷെ ഭയങ്കര രസമാണ് ഇവിടെ. എപ്പോഴും നല്ല തണുപ്പും ഒക്കെയുള്ള ഏരിയ. ഒരു നൊസ്റ്റാൾജിക് ഏരിയ അല്ലേ പ്രശ്നം? വെട്ടിക്കവല ഇവിടെ അല്ല, മൊത്തത്തിൽ വെട്ടിക്കവല എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഒരുപാട് മാറി. കുറെ വീടുകളൊക്കെ ആയപ്പോഴത്തേനും അതിന്റെ ഒരു സൗന്ദര്യമൊക്കെ പോയി. പോവാൻ പേടിയായിരുന്നു. കാരണം
ഈ ഒരു വീടേ ഉള്ളൂ. ഇത് അക്കരെ വീടെന്നായിരുന്നു പറയുന്നത്. അവിടെ ബസ് ഇറങ്ങിയിട്ട് നടന്നായിരുന്നു വരുന്നത് അല്ലെ? പിന്നെ ഇവിടെ ബസ് ഇറങ്ങിയിട്ട് ഇതൊരു ഭയങ്കര ഒരു കുത്തനെ കയറ്റാ, മറ്റേതും ഒരു കുത്തനെ കയറ്റാ. അത് ഇവിടെ ബസ്സിനകത്ത് വന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വെളുപ്പിനെ ഇവിടെ നിന്ന് ഇറങ്ങണം. ബസ് അപ്പുറത്ത് വന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴായാലും ഉണ്ട്. അങ്ങോട്ട് പോകുന്നത് മെയിൻ റോഡാ. അങ്ങനെ ഒരു വൈബ് സ്ഥലമാണ് ഇവിടെ. നമുക്ക് പോകുമ്പോൾ ഇവിടെ ഒരു മൊത്തത്തിൽ ഒരു റബ്ബറിന്റെ മണവാ ഈ കൂടുതലും. ഇപ്പം കുറെ മാറി, റബ്ബറെല്ലാം വെട്ടി അവിടെ എല്ലാം വീടുകളാക്കി. പക്ഷെ എന്നൊക്കെ പറഞ്ഞാലും ഒരു വൈബ് സ്ഥലം, അതുപോലെ തന്നെ നൊസ്റ്റാൾജിക് സ്ഥലം. പാറമടയൊക്കെ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ വരുമ്പോഴായിരുന്നു. ആ നേരത്തെ കണ്ട ആ ഒരു ഫാക്ടറി നിൽക്കുന്നതിന്റെ അപ്പുറം പാറമടയായിരുന്നു. പണ്ട് അവിടെ പോകുമായിരുന്നു. പാറമട ഒരു കാവൊക്കെ ഉണ്ടായിരുന്നു. ആ കാവില് വിളക്ക് വെക്കാനായിട്ട് നമ്മൾ പോകുമായിരുന്നു. ചെറിയൊരു കാവ്. പക്ഷെ അത് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. പോകാൻ പറ്റിയാൽ കാണിക്കുന്നത് നൈസായിരുന്നു. അനന്തഭദ്രത്തിനകത്ത് ഗോവയ്ക്കകത്തോടെ ആ ഒരു ഫീൽ. നമ്മള് രണ്ട് ഇടുങ്ങിയ വഴിക്കടയിലൂടെ ആ കാവിനകത്തോട്ട് പോകുന്നത്. പണ്ടത്തെ ആ ഒരു പാറമടയില് സ്പടികത്തിനകത്ത് കാണത്തില്ല മേളിലൊരു ഇതൊക്കെ കാവും അതൊക്കെ ഉള്ളത്. അതുകൊണ്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ പാറമടയും വെള്ളവും ഒക്കെയായിരുന്നു. അങ്ങനെ ഒരു അടിപൊളി സ്ഥലമാണ് അത്. ഒരു നൊസ്റ്റാൾജിക് ഫീൽ. അമ്മയുടെ മാമനെ വിളിക്കാൻ, അമ്മയുടെ അനിയനെ വിളിക്കാൻ കയറി. അത് ഷൂട്ട് ചെയ്യണ്ടായിരുന്നു. അവിടെ വലിയൊരു അമ്മയുടെ വക ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അത് കാണണമായിരുന്നു. അവർ അമ്മ ഇപ്പോഴും ഉടക്കാണ്. പണക്കത്തിൻ്റെതായ ഒരു പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയുടെ ഒരു പെർഫോമൻസ്. ഇത് പിന്നെ അമ്മയുടെ ഒരു ഇതാരായിരുന്നു അമ്മേ നമ്മളിപ്പോ വിളിച്ചത്? അമ്മയെ ചേച്ചി വല്ലോ ആണോ? ഭയങ്കര സ്നേഹമായിരുന്നു. അമ്മ വിടത്തില്ല, പോണ്ടെന്ന് പറഞ്ഞോണ്ട് ഒരുപാട് അടിപൊളി ബന്ധുക്കളാ. പക്ഷെ എന്താ പറയാനാ, മൂക്കേക്കറും എല്ലാത്തിനും. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലിട്ട് പോവാം. ഷർദിൽ കുൽക്കർണി എന്നാണ് നിന്റെ പേര്. നാല് മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇതെല്ലാം പൊറോട്ടയും ഞങ്ങൾ 2 ഊണും. നല്ല ഊണാട്ടോ. കാറ് കാണാനായിട്ട്, പുതിയ കാറ് കാണാൻ ചേച്ചിയെ കാറ് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ചേച്ചി കണ്ട ഞൊഴിഞ്ഞു കയറുന്നു. ചേച്ചി ഹോസ്പിറ്റലിലെ നഴ്സാണ്. വടിയായി ഛർദിച്ച് പിന്നെ അത് ഊരിയിട്ട് വേറെ എടുത്തിട്ടതാണ്. പട്ടിയുടെ 5ാം കാലൊക്കെ വശപ്പശ അടയ്ക്കലടാ, എന്നെ കേട്ടാ അടയ്ക്കല്ലേ നീ. കാറെടുത്തിട്ട് ചേച്ചിയെ ഒന്ന് കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ചേച്ചിയെ കാണിക്കാൻ വേണ്ടി, ചേച്ചി അവരുടെ വീട്ടിൽ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പിന്നെ കാറൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇവിടെ ഇപ്പം വന്നത്. ഇതാണ് ചേച്ചി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണിത്. 24/7 അങ്ങനെ നമ്മൾ താൽക്കാലികമായി യാത്ര പറയുകയാണ്. പൊന്നരിവാണം ഇടിയാ പപ്പിയത്. വേറെ പ്ലേലിസ്റ്റ് തിരിച്ച് വെക്കേഷൻ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാൻ നേരത്തുള്ള
അമ്മ എന്താ പറഞ്ഞ അച്ചാമ്മ കണ്ടോളാഞ്ഞ അച്ചാമ്മ കണ്ടോളൂ, കണ്ണൊന്ന് കൊതിക്കുന്നു അച്ചാമ്മ കാണാന്. അതിന്റെയാണോ കരച്ചില്? അച്ചാമ്മ എല്ലാം കൂടെ ഇപ്പൊ പിഴിഞ്ഞ് കണ്ണാഞ്ചൊക്കെ വെച്ചേക്കുവാ. തോട്ടങ്ങി നിനക്ക് വിഷമം ഇല്ലടാ? കേട്ടോ ലാച്ചുവിന് വിഷമൊന്നും ഇല്ലടാ? ഉണ്ടോ? എന്തിനാ തിരിച്ച് വീട്ടിൽ പോകുന്നതിന്? വീട്ടിൽ പോകുന്നതിനാണോ? വീട്ടിൽ പോകണ്ടെന്ന് വിചാരിച്ചാവും കയറുന്നത്. നാളെ പോയി കഴിഞ്ഞാൽ സ്കൂളിൽ പോകണമല്ലോ. അങ്ങനെ മര്യാദയ്ക്ക് വെക്കോണം സ്കൂളില്. വേണ്ട, നാളെ മോൻ സ്കൂളിൽ പോകണ്ട. നാളെ ഒരു ദിവസം മോൻ അവധി. പിന്നാടി നാളെ പോകണ്ട മക്കള് കേട്ടോ. അവധിയില്ല. മറ്റന്നാ പോയാ മതി. ചുമ്മാ നാളെ സ്കൂളിൽ പോണം കേട്ടോ. ചേട്ടല്ലെങ്കിൽ ഞാൻ പോകത്തേ ഇല്ലെന്ന്. ചേച്ചിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. തക്കുടിന്റെ മുഖം ഒന്ന് കാണട്ടെ. മുഖം ഒന്ന് കാണട്ടെ മോനെ. മക്കളെ മുഖം ഒന്ന് കാണട്ടെ. വാ പെട്ടെന്നാണ് പെട്ടെന്നാണ് പെട്ടെന്നാണ്. ഇനി അങ്ങോട്ട് എടുക്കുന്നത് മിസ്റ്റർ ലൈലാൻഡ്. ഇനി പോയിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു, അതിപ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റായി. നമ്മൾ അമ്മാനെ ഇവിടെ കൊണ്ടിറക്കി ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഓടിക്കാൻ പോകുന്നത് ലാഹിൽ വക്കത്തിന്. അങ്ങനെ നമ്മൾ അവസാനത്തെ 2 വീടുകളിലൂടെ, അതായത് ഇന്നത്തെ അവസാനത്തെ 2 വീടുകളിലൂടെ വിളിച്ച് നമ്മൾ കല്യാണം വിളി എന്ന് പറയുന്ന പരിപാടി നിർത്തുകയാണ്. എന്നിട്ട് നമുക്ക് നേരെ പോയിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു, അത് മിക്കവാറും മിസ്സാവും. നോക്കാം. അങ്ങനെ ഫസ്റ്റ് ദിവസത്തെ കല്യാണം വിളി കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് ദിവസം തന്നെ ഇത്രയും കുഴഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ഞങ്ങളുടെ ഏറ്റവും ദൂരമുള്ള ബന്ധുക്കൾ. ഏറ്റവും ദൂരം പത്തനാപുരം എന്ന് പറയുന്നത് വളരെ ദൂരമുള്ള ബന്ധുക്കളാണ്. അത് ഇമ്പോർട്ടൻ്റ് ബന്ധുക്കളാണ് മൊത്തം. ഇവിടെ ഉള്ളവർക്കൊക്കെ വണ്ണക്കുറവാണ്. മീൻസ് ഒരുപാട് നടന്ന് നടന്ന് നല്ല കൊളസ്ട്രോളൊക്കെ കുറഞ്ഞ ആൾക്കാരാണ്. അങ്ങനെ ഫസ്റ്റ് ദിവസത്തെ അമ്മയുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട്? ഇന്ന് രാത്രി അമ്മയ്ക്ക് കാല് തിരുമ്മി കൊടുക്കേണ്ട, കാല് തിരുമ്മി കൊടുക്കേണ്ടി വരും. ഞാനും അണയ്ക്കുന്നുണ്ട്, അണപ്പ് നിർത്തി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇനി എങ്ങും ഇറങ്ങുന്നില്ല. ഇനി ദൂരെയുള്ള ഈ വന്ന ഏരിയ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒറ്റ വെടിയിലങ്ങ് വിടുകയാണ്. അതിനായി നമ്മുടെ സാരഥി. ഇനി ഹായ്. അപ്പോൾ നമ്മൾ അവരെ സേഫായിട്ട് വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അവളുടെ കൂടെ ഒരു അമ്പലത്തിൽ കോലെഴുത്ത് കാണാൻ ചെല്ലാമെന്ന് പറഞ്ഞായിരുന്നു. 5 മണിക്ക് അല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം 8 മണിയായി. പിന്നെ ഒട്ടും സമയമില്ല. ഞാൻ അവിടെ അടുത്തോട്ട് പോവുക. വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ വേണം. ബാക്കിയൊക്കെ ചെയ്യാണ്ട് അവിടെ കയറി കഴിയുമ്പോൾ പറയാം. ശരി. കുറച്ച് ലേറ്റായി. ഇന്നലെ നമ്മൾ സമയത്ത് തന്നെ എത്തി. ഇനി എവിടെ പോകേണ്ടത്? ഹരിപ്പാടും പോകണം അല്ലേ? ഓക്കെ. ഇനി അമ്പലത്തിൻ്റെ ബാക്കി കാഴ്ചകളുമായി ഉടൻ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. വണക്കം, വെൽക്കം ബാക്ക്. ഞാൻ കുറച്ച് ബിസിയാണ്. ഞാൻ വേറൊരു കാര്യം ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറ ഓണാക്കിയത്. നമ്മളിപ്പോൾ പോകുന്നത് ഞാൻ പറഞ്ഞായിരുന്നു കോലമെഴുത്ത് കാണാൻ പോകാമെന്ന്.
ഞാൻ ഇതുവരെ കോലമെഴുത്ത് കണ്ടിട്ടില്ല, എനിക്കത് ഇതൊന്നും അറിയത്തില്ല. അപ്പൊ ഇവര് സ്ഥിരമായിട്ട്, ഇവരുടെ അച്ഛൻ സ്ഥിരമായിട്ട് കോലം എഴുതാൻ പോകുന്നതാ, എല്ലാ വർഷവും പോകുന്നതാ. അപ്പൊ ഇവള് കണ്ടിട്ടുണ്ട്, ഇവക്കറിയാം. ഇപ്പം എന്താണ് കോലമെഴുത്ത് എന്നൊന്ന് പറയണം. വർഷം പോയി കാണുന്നില്ല, വർഷം കണ്ടിട്ടില്ല. എന്നാലും അറിയത്തില്ല. കോലമെഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവം? എന്തോ കോലെഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പോകുന്ന അമ്പലം ഏതാ? കാഞ്ഞൂർ അമ്പലം. എന്താണ് അവിടുത്തെ പ്രത്യേകത? അവിടുത്തെ പ്രത്യേകത കോലെഴുത്ത്. തമാശയൊന്നും വേണ്ട. അല്ലല്ല, അവിടുത്തെ പ്രത്യേകത കോലെഴുത്ത്. എന്റെ വ്യൂവേഴ്സ് അധികം തമാശക്കാരല്ല, തമാശ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. പിന്നെല്ലാം ഞാൻ എന്താ പറയുക, സീരിയസ് ആയിട്ടുള്ള കോലെഴുതുന്ന എന്ത് കോലമാ? മറ്റേ തെയ്യമാണോ? തെയ്യം പോലത്തെ ഇങ്ങനെ പാളക്കത്തിലൊക്കെ എഴുതുന്നത്. പാളയിൽ തെയ്യം എഴുതുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പം കണ്ടിട്ടുണ്ടായിരിക്കും, അതിന്റെ പേരറിയാത്തായിരിക്കും. ഓരോരുത്തർ ചിലപ്പോ കാണുമ്പോ മനസ്സിലാവും. ഞാൻ ഇത് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാലേ ആൾക്കാർ കണ്ടോണ്ടിരിക്കണ്ടേ ലാസ്റ്റ് വരെ. അതിന് വേണ്ടിട്ടാണ് നമ്മൾ എന്ത് അടുത്ത് എന്താണ് വരാൻ പോകുന്നത്. അപ്പൊ അടുത്ത കോലമെഴുത്താണ് വരാൻ പോകുന്നത്. ഒരു മിനിറ്റ്, അപ്പം കുറച്ച് ദൂരം പോകാനുണ്ട്, അതുകൊണ്ട് ഇനി കോലമെഴുത്തായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി കോലം എഴുത്ത് കാണാനൊക്കത്തില്ല, കോലം കാണാനൊക്കെ. കോലം കെട്ടിയതോ? കോലം കെട്ടിയതാണ്. അപ്പൊ ഇനി അമ്പലത്തിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അങ്ങോട്ട് ബ്ലോക്ക് ആയിരിക്കും എന്നോട് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ അവിടെ പോയിട്ട് വരുന്ന വണ്ടികളാണെങ്കിലും അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് ബാക്കി. ഓക്കെ, ബൈ പറയാനായിട്ടില്ലല്ലോ. വീഡിയോ എടുക്കുന്നത് പോയി. കമ്മിറ്റികളുടെ ശ്രദ്ധയിലേക്ക് കോലം കൂടുന്നവർക്ക് കോലം തുറക്കുന്ന സ്ഥലത്തേക്ക് കമ്മിറ്റികളും എല്ലാവരും എത്തിക്കുക. നമ്മളങ്ങനെ കോലെഴുത്ത് കണ്ട്. ആക്ച്വലി ഇത് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി, ഇത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, പടയണി എന്ന് അതിന്റെ പേര്. അറിയാവോ? ഇതാണ് ശരിക്കുള്ള പടയണി. ഇത് രസമുണ്ട്. ഇത് മൊത്തത്തിൽ നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് പാളക്കകത്താണ് ചെയ്തേക്കുന്നത്. പാളക്കകത്ത് പാള കൊണ്ട് ഇങ്ങനെ ഓരോ കവറിങ് ഉണ്ടാക്കിയിട്ട് 2-3 പാള കെട്ടി അതിനകത്ത് കോലം വരച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ആക്ച്വലി ഇത് ഇഷ്ടപ്പെട്ട്, കുറ്റം പറയല്ല. ഇപ്പോഴത്തെ മിക്ക അമ്പലങ്ങളിലും ഈ മറ്റേ DJയും പ്ലോട്ടും ഒക്കെ ആയ സ്ഥിതിക്ക് ഇങ്ങനത്തെ ഇവിടെ അതൊന്നുമില്ല. മൊത്തം ഈ ഒരു നാടൻ കലാരൂപം ഉണ്ടല്ലോ. എന്താ ഗാർഡൻസാ, അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നാടൻ കലാരൂപങ്ങളോടുള്ള ഒരു റെസ്പെക്റ്റും ഇതും അതിനകത്തുണ്ട്. അപ്പം എനിക്ക് നന്നായിട്ട് തോന്നി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി അടുത്ത കൊല്ലമേ ഉള്ളൂ. അടുത്ത കൊല്ലം നമ്മൾ ഫാമിലി ആയിട്ടായിരിക്കില്ലേ വരുന്നത്. ഫാമിലി ആയിട്ട് വരും. എനിക്ക് ഇങ്ങനത്തെ ഉള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്. അപ്പം ഈ ഐഡിയ എന്റെ ആയിരുന്നു. എനിക്ക് അപ്പം നേരെ പിടിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇതായിരുന്നു കൊച്ചു കൊച്ചു
വിശേഷങ്ങൾ എന്ന് പറയുന്ന ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുക. ഇനിയും രസകരമായ വ്ളോഗുമായി ഇനിയും വരാം. ഇനി എന്തെങ്കിലും കുറ്റമോ കുറവോ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. പരിഹാരം പറ്റുന്നതാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം ബൈ.